ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കകതാരിൽ മധുര ബിന്ദു. ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കകതാരിൽ മധുര ബിന്ദു. പ്രഭാതം നിൻ മന്ദഹാസം പ്രദോഷം നിൻ ശോകഗാനം പ്രകൃതിയിലിവ രണ്ടും എനിക്കു വേണം. കരയാനും ചിരിക്കാനും നിന്നിൽ നിന്നും പകർത്തൂമി മഹനീയാം സ്വഭാവങ്ങൾ എനിക്കു വേണം. ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കകതാരിൽ മധുര ബിന്ദു മധുര ബിന്ദു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ സുനിൽ ടീച്ചർ. ഏതാണ്ട് 100 ദിവസത്തിന് മുമ്പ് തുടങ്ങിയ നമ്മുടെ റേഡിയോ ലഗാസെ താൽക്കാലികമായി ഇന്ന് നിർത്തുന്നു. കാരണം നിങ്ങളുടെ പരീക്ഷ അടുത്തു വരുന്നു. വളരെ എക്സലൻ്റായ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് കേട്ടവർക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണുള്ളത്. നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പാണുള്ളത്. അന്തർലീനമായ പല കഴിവുകളും പ്രദർശിപ്പിക്കാൻ നമ്മുടെ റേഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഈ റേഡിയോയുടെ ഈ പ്രോഗ്രാംസിനെല്ലാം ചുക്കാൻ പിടിച്ച നിങ്ങളുടെ ബിന്ദു ടീച്ചർ, നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ഓരോ ദിനത്തിലെയും പ്രോഗ്രാമുകൾ, അവതരണ രീതി ഒക്കെ എനിക്ക് തോന്നിയത് ഇരുത്തം വന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയാണ്. ഓരോ ദിനത്തിൻ്റെയും പ്രാധാന്യം, ഒപ്പം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തൽ, അവയുടെ ഉപയോഗം, എന്ത് അസുഖത്തിനാണ് അവ ഉപയോഗിക്കുന്നത് ഒക്കെ വളരെ ഇൻഫോർമേറ്റീവായിരുന്നു. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചം തന്നെ. ഇതിൻ്റെ വിജയത്തിന് പിന്നിൽ അശ്രാന്തമായി പരിശ്രമിച്ച ഓരോ വിദ്യാർത്ഥിനികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഊഷ്മളമായ നന്ദി ഞാൻ അറിയിക്കട്ടെ. ഇനിയും ഈ റേഡിയോ ലഗാസെ കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും. ഇതിൻ്റെ കാൽവെൽപ്പിലൂടെ ഉന്നത സ്ഥാനത്തെത്താൻ എല്ലാ വിദ്യാർത്ഥിനികൾക്കും സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഏവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദിയോടെ ഞാൻ വിരമിക്കട്ടെ. സുപ്രഭാതം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളിക്കീഴ് റേഡിയോയിലെ രഹസ്യം അവതരിപ്പിക്കുന്ന വാർത്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗൗരി കീർത്തന, +2 സയൻസ് വിദ്യാർത്ഥിനി. ഇന്ന് 2021 ഓഗസ്റ്റ് 8 ഞായർ, കൊല്ലവർഷം 1196, കർക്കിടകം 23. ഇന്നത്തെ പ്രധാന പത്രവാർത്തകൾ. ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കടകൾക്ക് ബാധകമായ നിയന്ത്രണങ്ങൾ പാലിച്ച് ഷോപ്പിംഗ് മാളുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകി. സംസ്ഥാനത്ത് ഇന്നലെ 20,367 കോവിഡ് രോഗികൾ. പോസിറ്റിവിറ്റി നിരക്ക് 13.35. US-ൽ പ്രതിദിന രോഗികൾ 1,00,000 കടന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം US-ൽ ശരാശരി പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. കോവിഡ് ഒറ്റ ഡോസ് വാക്സിന് അനുമതി. അമേരിക്കൻ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ജാൻസന് കേന്ദ്രം അനുമതി നൽകി. കോവിഡിനോടുള്ള പോരാട്ടത്തിന് ഇത് ഊർജ്ജപരമാകുമെന്ന് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ബുധനാഴ്ച വരെ മഴ തുടരും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കായിക വാർത്തകൾ. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ടോക്കിയോ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ബജ്രംഗ് പൂണിയയ്ക്ക് വെങ്കല നേട്ടം. ഇതോടെ ടോക്കിയോയിൽ ഗോദയിൽ നിന്ന് ലഭിക്കുന്ന 2ാമത്തെ മെഡലാണിത്. ഇന്നത്തെ വാർത്തകളുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മഹത്വചനം പറയുന്നതിന് അതുല്യെ ക്ഷണിക്കുന്നു. മഹത്വചനങ്ങൾ. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. എബ്രഹാം ലിങ്കൺ. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് അസാധ്യമാകുന്ന ഒരേ ഒരു കാര്യമാണ് പരാജയഭീതി. പൗലോ കൊയ്ലോ. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. ഗാന്ധിജി. മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ കല്ലെറിയുമ്പോൾ നിങ്ങൾ അവയെ നാഴികക്കല്ലുകളാക്കി മാറ്റുക. സച്ചിൻ തെണ്ടുൽക്കർ. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, അത് സ്നേഹത്താൽ മാത്രമേ കഴിയൂ. ശ്രീബുദ്ധൻ.
സമാധാനമില്ലെങ്കിൽ മറ്റെല്ലാ സ്വപ്നങ്ങളും അപ്രത്യക്ഷമാവുകയും ചാരമായി തീരുകയും ചെയ്യും. ജവഹർലാൽ നെഹ്റു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ പ്രമീല ടീച്ചർ. അങ്ങനെ നമ്മുടെ റേഡിയോ സെഞ്ചുറി അടിച്ചിരിക്കുകയാണല്ലേ. വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ പേർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റേഡിയോയുടെ മാസ്റ്റർ ബ്രെയിനായ ബിന്ദു ടീച്ചറിനെ കുറിച്ച് 2 വാക്കുകൾ പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ടീച്ചറിന് വളരെയധികം ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ റേഡിയോ പ്രോഗ്രാം വളരെ കാര്യക്ഷമതയോടുകൂടിയും കൃത്യതയോടുകൂടിയും 100ാം എപ്പിസോഡ് വരെ എത്തിച്ചു. അത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ടീച്ചറിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് മിടുക്കികളായ കുട്ടികൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടികളും വളരെയധികം അത്ഭുതത്തോടും അതേസമയം സന്തോഷത്തോടു കൂടിയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഭാവിയിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. നമ്മളുടെ ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ദിവ്യയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മംഗൾ പാണ്ഡെയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലുള്ള നഗ്വ എന്ന ഗ്രാമത്തിൽ 1827 ജൂലൈ 19 ഒരു ഭൂമിഹർ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ജനനം. 1849 തൻ്റെ 22ാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5ാം കമ്പനിയിലാണ് ശിപ്പായിയായി മംഗൾ പാണ്ഡെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചത്. ഒരു സാധാരണ ശിപ്പായിയായിരുന്ന മംഗൾ പാണ്ഡെ പിൽക്കാലത്ത് ശിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ടാണ് രാജ്യം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയായത്. 1857 നടന്ന ഈ ലഹള ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നു. ഒരു തികഞ്ഞ ഹിന്ദു വിശ്വാസിയായ മംഗൾ പാണ്ഡെ തൻ്റെ മതത്തിൻ്റെ വിശ്വാസികളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതാണ് ഈ സമരത്തിൻ്റെ മൂല കാരണം. തൻ്റെ 29ാമത്തെ വയസ്സിൽ 1857 തൂക്കിലേക്കപ്പെട്ടു. MP ആദരസൂചകമായി ഭാരത സർക്കാർ 1984 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇദ്ദേഹത്തിൻ്റെ ജീവിതം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന പേരിൽ കേതൻ മേത്ത സിനിമയാക്കിയിട്ടുമുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഷാജി സംസാറാണ്. അജ്ഞാത്വാത്തേ മഹത്വം യദിക നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വപ്രസാദായ ഭൂയാ ദ്വേതാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യദാ അവർണ്ണനേന സ്ഫീതം ലീലാവതാരൈമിഹമിത ഗുരുദാം ആയുരാരോഗ്യ സൗഖ്യം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. ബഹുജന സുഖായ ബഹുജന ഹിതായ, ഇതാണ് നമ്മുടെയൊക്കെ റേഡിയോയുടെ ആപ്തവാക്യമെങ്കിൽ 100 ദിവസം തികയുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ വള്ളിക്കീഴ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റേഡിയോയ്ക്ക് പുതിയൊരാപ്തവാക്യം 60+60 റേഡിയോ ലേ രഹസ്യ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി അഫ്സാന, അതുല്യ, ഭാഗ്യലക്ഷ്മി, ദിവ്യ, മൃദുല എന്നിവരെ ക്ഷണിക്കുന്നു. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ
ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ ജനകോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ജയ് കിസാനോ ജയ് ജവാനോ ജയ് കിസാനോ ജയ് ജവാനോ ജയ് കിസാനോ ജയ് ജവാനോ ജയ് കിസാനോ ജയ് ജവാൻ. ജയ 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 ദേശം ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണിസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണിസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ഒരു നറുമണ ഇതള് പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങി നാം. വിവിധ ഭാഷവേഷത്തിൽ കീർത്തിയാർന്ന നാടേ ജയ 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 ജനനി. ജനകോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹയാത്രികരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മെയ് 1 റേഡിയോ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 100 ദിവസം തികയാണ്. തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇതിലേക്ക് ആവശ്യമായ പരിപാടികൾ കിട്ടുമോ എന്ന ആശങ്കയായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും എനിക്ക് അവസരം നൽകാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ആടിത്തകർത്ത 100 ദിവസങ്ങൾ. ക്ലാസ് മുറികളിൽ മാത്രമല്ല യഥാർത്ഥ പഠനം നടക്കുക എന്നു തെളിയിച്ച 100 ദിവസങ്ങൾ. റഷ്യൻ കഥയിലെ സവിഷ്കുവിൻ്റെ ശിശിരത്തിലെ ഓക്കുമരത്തെ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തുന്നു. കുഞ്ഞു ക്ലാസ്സിൽ ശിശിരത്തിലെ ഓക്കുമരം എന്ന് നാമത്തിന് ഉദാഹരണം പറഞ്ഞ കുഞ്ഞു സവിഷ്കുവിനെ ടീച്ചർ വളരെയധികം ശാസിച്ചു. എന്നാൽ സവിഷ്കുവിൻ്റെ വീട്ടിലേക്ക് നടന്ന ടീച്ചറിനെ കണ്ടത് യഥാർത്ഥ ഓക്കുമരം. ആ ഓക്കുമരം കണ്ടതിന് ശേഷം ടീച്ചർ സവിഷ്കുവിനോട് പറയുന്നു, നീ വിൻ്ററിലെ ഓക്കുമരം എന്ന് തന്നെ പറഞ്ഞാൽ മതിയെന്ന്. തിരിച്ചറിവുകളുടെ കാലം കൂടിയായിരുന്നു കൊറോണ കാലം. ഈ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ഈ റേഡിയോയെ വിജയപഥത്തിലെത്തിച്ച എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കും അതിനോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ തരത്തിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलजितरंगा. तब शुभ नामे जागे तब शुभ आशीष मागे. गाहे तब जय गाथा